ഹായ് ടു ഓൾ, വെൽക്കം ബാക്ക് ടു ഫൗസ്ലിംസ് വേൾഡ്. ഇന്നത്തെ വീഡിയോ ലോക ജലദിന ക്യൂസ്, വേൾഡ് വാട്ടർ ഡേ ക്യൂസ്. ലോക ജലദിനം എന്നാണ്? മാർച്ച് 22. 2024 ലോക ജലദിനത്തിൻ്റെ തീം എന്താണ്? വാട്ടർ ഫോർ പീസ്, സമാധാനത്തിനുള്ള ജലം. 2023 ലോക ജലദിനത്തിൻ്റെ തീം എന്താണ്? ആക്സിലറേറ്റിംഗ് ചേഞ്ച്. 2022 ലോക ജലദിനത്തിൻ്റെ തീം എന്താണ്? ഗ്രൗണ്ട് വാട്ടർ മേക്കിംഗ് ദ ഇൻവിസിബിൾ വിസിബിൾ. ഏത് വർഷം മുതലാണ് മാർച്ച് 22 ലോക ജലദിനമായി ആചരിക്കാൻ തുടങ്ങിയത്? 1993. ഭൂമിയിലെ പ്രധാന ജലസ്രോതസ് എന്താണ്? മഴ. നീലസ്വർണം എന്ന വിശേഷണത്തിൽ അറിയപ്പെടുന്നത് എന്താണ്? ജലം. ഇന്ത്യയിൽ ദേശീയ ജലദിനമായി ആചരിക്കുന്നത് എന്നാണ്? ഏപ്രിൽ 14. ഇന്ത്യയിൽ ദേശീയ ജലദിനമായി ആചരിക്കുന്ന ഏപ്രിൽ 14 ആരുടെ ജന്മദിനമാണ്? ഡോക്ടർ BR അംബേദ്കർ. വെള്ളത്തെ വെണ്ണ പോലെ പരിപാലിക്കണം എന്ന് ആദ്യം പറഞ്ഞ ദേശീയ നേതാവ് ആരാണ്? ഗാന്ധിജി. ജലത്തിൻ്റെ ഘടകമൂലകങ്ങൾ എന്തൊക്കെയാണ്? ഹൈഡ്രജൻ, ഓക്സിജൻ. ഭൂമിയുടെ എത്ര ശതമാനം ജലത്താൽ മൂടപ്പെട്ടിരിക്കുന്നു? 71%. ലോകത്തിലെ ഏറ്റവും വലിയ നദി ഏതാണ്? ആമസോൺ. മനുഷ്യ ശരീരത്തിൽ എത്ര ശതമാനമാണ് ജലമുള്ളത്? 60%. ജലത്തെക്കുറിച്ചുള്ള പഠനം ഏതാണ്? ഹൈഡ്രോളജി. ഇന്ത്യയുടെ ജലമനുഷ്യൻ എന്നറിയപ്പെടുന്നത് ആരാണ്? രാജേന്ദ്ര സിംഗ്. ഭൂമിയിൽ ലഭ്യമായ ജലത്തിൻ്റെ ഭൂരിപക്ഷ ഭാഗവും ഏത് ജലമാണ് ഉള്ളത്? സമുദ്രജലം. ജലം ഉൽപ്പാദിപ്പിക്കുന്നത് എന്നർത്ഥം വരുന്ന മൂലകം ഏതാണ്? ഹൈഡ്രജൻ. ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള രാജ്യം ഏതാണ്? കാനഡ. കായലുകളുടെ നാട് എന്നറിയപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏത്? കേരളം. ജലദൗർലഭ്യം ഏറ്റവും കൂടുതൽ ബാധിച്ച ഭൂഖണ്ഡം ഏതാണ്? ഏഷ്യ. ശുദ്ധമായ ജലവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ അശുദ്ധമായ ജലത്തിൻ്റെ തിളനില എങ്ങനെയാണ്? വർദ്ധിക്കുന്നു. ലോക ജലദിനം സ്ഥാപിച്ചത് ആരാണ്? UN ജനറൽ അസംബ്ലി. ലോകത്തിലെ ഏറ്റവും നീളമേറിയ നദി ഏതാണ്? നൈൽ. ഇന്ത്യയിലെ ഏറ്റവും വലിയ നദി ഏതാണ്? ഗംഗ. ഏറ്റവും കൂടുതൽ ജലമുള്ള സമുദ്രം ഏതാണ്? പസഫിക് സമുദ്രം. ജലത്തിൻ്റെ വാതക രൂപം എന്താണ്? നീരാവി. സമുദ്രജലത്തിൽ നിന്ന് ശുദ്ധജലം വേർതിരിച്ചെടുക്കുന്ന പ്രക്രിയ ഏതാണ്?
ഡിസ്റ്റിലേഷൻ. ജലത്തിൻ്റെ രാസസൂത്രം എന്താണ്? H2O. ഭൂമിയിലെ ഏറ്റവും വലിയ ശുദ്ധജല സ്രോതസ്സ് എന്താണ്? ഭൂഗർഭജലം. ഇന്ത്യയിൽ കുടിവെള്ളത്തിൻ്റെ നിലവാരം നിയന്ത്രിക്കുന്നത് ഏത് സംഘടനയാണ്? ബ്യൂറോ ഓഫ് സ്റ്റാൻഡേർഡ്. ജലത്തിൻ്റെ വാതക രൂപം എന്താണ്? നീരാവി. ജലത്തിൽ ലയിക്കുന്ന വാക്സ് എന്താണ്? കാർബോക്സ്. ജലത്തിൻ്റെ ഏറ്റവും കൂടിയ സാന്ദ്രത എത്രയാണ്? 4 ഡിഗ്രി സെൽഷ്യസ്. ജലത്തിൻ്റെ തിളനില എത്രയാണ്? 100 ഡിഗ്രി സെൽഷ്യസ്. ജലതന്മാത്രകളിൽ ഹൈഡ്രജനും ഓക്സിജനും തമ്മിലുള്ള അനുപാതം എത്രയാണ്? 2:1. സോപ്പ് നന്നായി പതയാത്ത ജലം ഏതാണ്? കഠിനജലം. സോപ്പ് നന്നായി പതയുന്ന ജലം ഏതാണ്? മൃദുജലം. കാൽഷ്യം, മഗ്നീഷ്യം എന്നിവയുടെ ലവണങ്ങൾ ലയിച്ചു ചേർന്നുണ്ടായ ജലം ഏതാണ്? കഠിനജലം. കേരളത്തിലെ ആകെ നദികളുടെ എണ്ണം എത്രയാണ്? 44. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതാണ്? ശാസ്താംകോട്ട കായൽ. ശുദ്ധജലത്തിൽ വളരുന്ന മത്സ്യങ്ങളിൽ കാണപ്പെടാത്ത മൂലകം ഏതാണ്? അയഡിൻ. വൈറ്റ് കോൾ എന്നറിയപ്പെടുന്നത് എന്താണ്? ജലവൈദ്യുതി. കേരളത്തിലെ ആകെ കായലുകളുടെ എണ്ണം എത്രയാണ്? 34. ശുദ്ധജലത്തിൻ്റെ pH മൂല്യം എത്രയാണ്? 7. ജലത്തിൻ്റെ രാസനാമം എന്താണ്? ഡൈഹൈഡ്രജൻ മോണോക്സൈഡ്. ജലത്തിൽ നിന്നും ഹൈഡ്രജനും ഓക്സിജനും വേർതിരിക്കുന്ന പ്രക്രിയ ഏതാണ്? ഹൈഡ്രോളിസിസ്. ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്ന കേരളത്തിലെ നദി ഏതാണ്? പെരിയാർ. ആലുവ പുഴ, കാലടിപ്പുഴ എന്നീ പേരുകളിലും അറിയപ്പെടുന്ന നദി ഏതാണ്? പെരിയാർ. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? പെരിയാർ. ലോക ജലദിനം 2021 തീം എന്താണ്? ജലത്തിൻ്റെ മൂല്യനിർണ്ണയം. വെള്ളം വെള്ളം സർവത്ര തുള്ളി കുടിക്കാനില്ലത്രേ. ഇത് ആരുടെ വരികളാണ്? സാമുവൽ ടൈലർ കോൾറിഡ്ജ്. ജലം ഹൈഡ്രജനും ഓക്സിജനും ചേർന്ന ഒരു സംയുക്തമാണെന്ന് ആദ്യം കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആരാണ്? ഹെൻറി കാവൻഡിഷ്. കൃത്രിമ മാർഗത്തിലൂടെ ആദ്യമായി ജലം നിർമ്മിച്ചത് ആരാണ്? ജോസഫ് പ്രീസ്ലി. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള ജില്ല? കണ്ണൂർ. ലോകത്തിലെ ഏറ്റവും ചെറിയ സമുദ്രം ഏതാണ്? ആർട്ടിക് സമുദ്രം.
Thanks for watching. See you at next video. Bye bye. Take care. God bless you all.